ഗണിച്ചറിഞ്ഞോ വെറ്റിലെ ജ്യോതിഷത്തിലൂടെയോ? ഒന്നുമല്ല മാഡം, വെറും സാധാരണ മനുഷ്യന്റെ മനഃശാസ്ത്രം അല്ലെങ്കിൽ കോമൺ സെൻസ്. അതൊക്കെ മതി ഇതൊക്കെ മനസ്സിലാക്കാൻ. നിങ്ങൾ എന്തൊക്കെയാ മിസ്റ്റർ പറയുന്നേ? ഇനി എന്തിനാ മാഡം ഒരു മുഖവുര? ഞാന് മാഡത്തിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മാഡത്തിന്റെ ഇപ്പോഴത്തെ മുഖഭാവം ഞാൻ എന്റെ മനക്കണ്ണലിൽ കാണുന്നുണ്ട്. ഒരു വല്ലാത്ത അമ്പരപ്പ് അല്ലേ? മിസ്റ്റർ ഗോപൻ, എന്താ മാഡം ഇങ്ങനെ? ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് മാഡത്തിന് മനസ്സിലായി കാണുമല്ലോ. ആ മൈഥിലി താമസിക്കുന്ന വീട്ടിൽ നിങ്ങളുടെ മോൻ മൊത്തം അരിച്ചു പറക്കി. വാള് പോയിട്ടൊരു മുള്ളുപോലും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ മൈഥിലി ചെമ്പകമംഗലത്ത് നിന്ന് മോഷ്ടിച്ച വാള് ഞാൻ കണ്ടു. എവിടെ വെച്ച്? അതൊന്നും വേണ്ട, അതൊന്നും എന്നോട് ചോദിക്കേ അരുത്. മാഡത്തെ പോലെ വേറെ ചില ക്ലയൻസും എനിക്കുണ്ട്. ഞാൻ തന്റെ ക്ലയന്റ് ഒന്നും അല്ല. ചുമ്മാ ക്ഷോഭിക്കുകയും ഉരുളുകയും ഒന്നും വേണ്ട മാഡം. ഉണ്ണിക്കറിയാമല്ലോ ഊരിലെ പഞ്ഞം. മാഡം ഇപ്പൊ എന്നെ വിളിക്കുമെന്ന് കൃത്യമായിട്ട് എനിക്കറിയാമായിരുന്നു. ഇനി എന്തിനാ മടിക്കുന്ന മാഡം? നമുക്കിടയിലുള്ള മൂടൽ മഞ്ഞ് നീങ്ങിക്കഴിഞ്ഞു. മാഡം കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറയേ. മിസ്റ്റർ ഗോപൻ, ഞാൻ വിളിച്ചത് ആ വാളിന്റെ കാര്യം പറയാനല്ലേ? അതെ, ആ വാളിന്റെ കാര്യം പറയാൻ തന്നെ. എന്റെ തറവാട്ടിൽ നിന്ന് ഒരു മുതൽ പോയാല് അത് കണ്ടുപിടിക്കാനുള്ള ബാധ്യത എനിക്കും കൂടിയല്ലേ? അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല മാഡം. മാഡത്തിന്റെ തലയണ കീഴിൽ തപ്പിയാൽ പെട്ടെന്ന് കിട്ടും. എന്താ നിങ്ങൾ പറഞ്ഞത്? എന്തിനാ മാഡം ഇങ്ങനെ തരംതാണ അഭ്യാസമൊക്കെ? ആ ഉടവാളുടെ റിസീവറായ എനിക്ക് അവിടെ വന്ന് എല്ലാവരുടെയും കൈവിരൽ അടയാളം എടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ മാഡത്തിന്റെ ബെഡ്റൂം പരിശോധിക്കാൻ പോലീസുകാരോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനത് ചെയ്യാതിരുന്നത് ഈ കച്ചവടത്തിൽ മാഡം എന്നെ കൂടി പങ്കാളിയാക്കുമെന്ന് കരുതിയ. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഞാൻ അറിയാതെ ആ വാൾ ചെമ്പകമംഗലം വിട്ട് ഇറക്കാനോ പുറത്ത് കച്ചവടം ചെയ്യാനോ മാഡത്തിനാവില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാനും അത് പാലിക്കാനും ഞാൻ ഒരുക്കമല്ല. മാഡം, വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതി മാഡം അവലംബിച്ചാൽ നഷ്ടം മാഡത്തിന് തന്നെയാ. നിങ്ങൾ പറയുന്നത് എങ്ങനെ ശരിയാവും? ഇതൊന്നും സാധ്യമല്ലേ? മാഡം, ഞാൻ വളരെ സമാധാനപൂർവ്വം പറയുക. ഞാൻ പറയുന്ന ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കുമെന്ന് മാഡം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ധനനഷ്ടം, അതിലുപരി മാനഹാനി. എല്ലാ രീതിയിലും മാഡം ഒറ്റപ്പെടും. ഒടുവിൽ ഒരു സൂയിസൈഡ് പോയിന്റിലെത്തി അന്തം വിട്ട് നിൽക്കേണ്ട ഒരു മാഡത്തിന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ മാഡം ചെയ്യണം. ചെയ്തേ തീരൂ. ഇതിപ്പോ ഞാൻ ആകെ പെട്ടുപോയല്ലോ ഈശ്വര. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ നാളെ രാവിലെ തന്നെ മാഡം പണി തുടങ്ങിയിരിക്കണം. ഹലോ, അവളുടെ ജീവനെങ്ങാനും ഇപ്പൊ പോയിരുന്നെങ്കിൽ കാര്യങ്ങളാകെ കുഴഞ്ഞു പോയനെ. കോടികളാ നഷ്ടം, കോടികൾ. സാറേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സേഫ്റ്റി നോക്കണമായിരുന്നു. അവളുടെ കഴുത്തി കെട്ടിയപ്പോൾ അവൾ അവിടെ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടിയേനെ. പോലീസ് അപ്പം തന്നെ ഞങ്ങളെ പൊക്കിയേനെ. ഇതിപ്പോ സാറിന് പ്രശ്നമൊന്നുമില്ല,
അവളെ എന്തായാലും ജീവനോടെ കിട്ടിയില്ലേ? ഇനി വാള എവിടെയാണെന്ന് അറിയണമെങ്കിൽ ചെകിട്ട് നോക്കി 2 പൂശ പൂശാ മതി. തത്ത പറയുന്ന പോലെ അവള് പറയും. എടാ, അവളത് പറയണമെങ്കിൽ ആ കുഞ്ഞിനെ കാണണം. ആ കുഞ്ഞവിടെ? കുഞ്ഞിന്റെ കാര്യം ഞങ്ങളോട് നോക്കിക്കൊള്ളാനല്ലേ സാറ് പറഞ്ഞത്? കുഞ്ഞിന്റെ കാര്യമൊക്കെ നിങ്ങളങ്ങ് മറന്നേക്ക. എടാ, ആ കുഞ്ഞിനെ നിങ്ങൾ എവിടെയാടാ കൊണ്ടുപോയി കളഞ്ഞത്?